അപ്പോൾ നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ കാർ തന്നെയാണ്. നമ്മുടെ സ്വന്തം ഗോവിന്ദ് ബ്രോയുടെ വണ്ടിയാണ്. പുള്ളിക്കാരൻ നിങ്ങൾക്കറിയാം ടെക്കേച്ചർ എന്ന യൂട്യൂബ് ചാനലും അത്യാവശ്യം വൈറലായിട്ടുള്ള കുറേ അധികം വീഡിയോസ് ഉള്ള ഒരാളാണ്. ഒരുപാടധികം മോഡിഫിക്കേഷൻ ചെയ്ത ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. A to Z കാര്യങ്ങൾ ചെയ്തൊരു വണ്ടിയാണ്. നമ്മുടെ ഇതിലെ പുള്ളി തൃശ്ശൂർ പോയ വഴിക്കൊന്ന് കയറിയതാണ്. നമ്മൾ DRL സെറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഹെഡ് ലാമ്പിന്റെ ഉള്ളിൽ വരുന്ന ഒരു ക്രിസ്റ്റൽ ടൈപ്പ് DRL ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ അധികം കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുവിധം എല്ലാ മോഡിഫിക്കേഷനും ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളതാണ്. A to Z ഫുൾ പെയിന്റിംഗ് അടക്കം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഇതിന്റെ ഇന്ത്യയിലാണെങ്കിൽ നമ്മളെ സുസുക്കിയുടെ ആ ഒരു Type 2 സ്വിഫ്റ്റിന്റെ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ആംറസ്റ്റ്, ഗിയർ ലിവർ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ, സബ് വൂഫർ, JVCയുടെ സ്പീക്കേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു പഴയ ഒരു ഫീലാണ് ആ ഒരു സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 12 കൊല്ലം മുമ്പുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു മോഡിഫൈ ചെയ്ത ഒരു വണ്ടിക്ക്, അത്രയും വൃത്തിയുള്ള ഒരു വണ്ടിക്ക് നമുക്ക് ആ ഒരു ഇന്റീരിയർ സൈഡിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരാന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്, ഈ ഒരു വർക്ക് സെറ്റ് ചെയ്യണത്. അപ്പൊ എന്തായിട്ടും പുള്ളി വന്നാണ്. അപ്പൊ എന്തായാലും 3 ദിവസത്തെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സീറ്റ് നമ്മൾ തൈ സപ്പോർട്ടും വിങ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഫുൾ ബ്ലാക്കിൽ ഒരു ബ്ലൂ സ്റ്റിച്ചിങ്ങോട് കൂടിയുള്ള ഒരു വെറൈറ്റി മോഡിഫിക്കേഷൻ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. ബ്രോ ബ്രോ, അപ്പൊ ആളെ വെച്ച് കാണിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആൾ തന്നെയാണ്. അപ്പഴേ ഞാനിവിടെ ജസ്റ്റ് നമ്മുടെ DRL ഒന്ന് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞത് 3 ദിവസം കഴിഞ്ഞിട്ട് വണ്ടി കൊണ്ടുപോയാൽ മതി എന്നാണ്. അത് വിടുന്നില്ല, നീ സീറ്റ് ചെയ്തിട്ട് നീ പോയാൽ മതി. ഞാൻ പറഞ്ഞു അടുത്ത ദിവസം ഞാൻ വരാം, പറ്റത്തില്ല, നീ ചെയ്തിട്ട് ഇറക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അതെ, ഇത്രയധികം ചെയ്ത വണ്ടിയല്ലേ, അതും കൂടി നമുക്ക് ചെയ്താൽ ഒരു കംപ്ലീറ്റ് ആവുള്ളൂ. അതെ, അപ്പൊ എന്തായാലും ഞങ്ങൾ വണ്ടി കൊടുത്തിട്ട് പോവാണ്. അപ്പൊ എന്തായാലും എനിക്ക് ശ്യാംബ്രോയെ വിശ്വാസമുണ്ട്. പക്കാക്കി ഇവിടുന്നുള്ള വർക്കൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ. പക്കാ നീറ്റായിട്ട് വണ്ടി ഇറക്കി തരാനുള്ളൂ. അപ്പൊ എന്തായാലും 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാം. അപ്പോഴത്തേക്ക് നമ്മൾ ഗംഭീരാക്കി ചെയ്തു വെക്കാം. ഓക്കെ, കാണാം. ശരി.